എല്ലാ പ്രിയപ്പെട്ടവർക്കും ആരാധനാമൃത ചിന്തകളിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്യത്തിൻ്റെ ഒടുവിലത്തെ ഭാഗം വായിക്കുന്നു. അവൻ്റെ മുഖം സൂര്യൻ ശക്തിയോടെ പ്രകാശിക്കുന്നത് പോലെ ആയിരുന്നു. യേശുക്രിസ്തുവിൻ്റെ മുഖത്തെക്കുറിച്ച് ഇവിടെ പറഞ്ഞിരിക്കുക സൂര്യൻ ശക്തിയോടെ പ്രകാശിക്കുന്നത് പോലെയായിരുന്നു. ഉത്തമഗീതത്തിൽ നാം വായിക്കുന്നുണ്ട്, എൻ്റെ പ്രിയനോ വെണ്മയും ചുമപ്പുമുള്ളവൻ, പതിനായിരങ്ങളിൽ സുന്ദരൻ. നമ്മുടെ കർത്താവ് മനോഹരൻ ആയിരുന്നു, ഉന്നതൻ, പരിശുദ്ധനായ കർത്താവ്. എന്നാൽ മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായം അതിൻ്റെ 67-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ നാം ഇങ്ങനെ കർത്താവിനെക്കുറിച്ച് വായിക്കുന്നുണ്ട്. അപ്പോൾ അവർ അവൻ്റെ മുഖത്ത് തുപ്പി, അവനെ മുഷ്ടി ചുരുട്ടി കുത്തി, ചിലർ അവനെ കന്നത്തടിച്ചു. ഹേ ക്രിസ്തുവേ, നിന്നെ തല്ലിയത് ആറ് എന്ന് ഞങ്ങളോട് പ്രവചിക്ക എന്ന് പറഞ്ഞു. വിശുദ്ധനായ, പരിശുദ്ധനായ, വെണ്മയും ചുമപ്പുമുള്ള സുന്ദരനായ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മുഖത്തെക്കുറിച്ച് ഇവിടെ പറഞ്ഞിരിക്കുക അവൻ്റെ മുഖത്ത് അവർ തുപ്പി. ആരാണ് തുപ്പിയത്? ന്യായാധിപ സംഘത്തിൽപ്പെട്ട 70ഓളം ആളുകളും റോമൻ പടയാളികളും ഉണ്ടായിരുന്നു. 70-ലധികം ആളുകൾ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മുഖത്ത് തുപ്പി എന്നാണ് നാം ഇവിടെ വായിക്കുന്നത്. ഒരു വട്ടമല്ല, 2 വട്ടം. 27-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെയും നാം കാണുന്നു കർത്താവിൻ്റെ മുഖത്ത് അവർ തുപ്പി. യെശയ്യാവിൻ്റെ പുസ്തകം 53-ാം അധ്യായം 3-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മുഖത്ത് തുപ്പലുകളേറ്റ് വേദനയും പീഡയും സഹിച്ചു കഴിഞ്ഞപ്പോൾ അവനെ നോക്കുന്നവർ മുഖം മറച്ചു കളഞ്ഞു. സുന്ദരനായ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മുഖത്ത് നോക്കുവാൻ കഴിയാത്ത നിലയിൽ ഒരവസ്ഥയിൽ കർത്താവായി തീർന്നു. പ്രിയരെ, എന്തിനു വേണ്ടിയാണ് വെണ്മയും ചുവപ്പുമുള്ള 10,000-ങ്ങളിൽ സുന്ദരനായ കർത്താവ് മുഖത്ത് നോക്കുവാൻ കഴിയാത്ത നിലയിൽ ലജ്ജിതനായി തുപ്പലുകളേറ്റ് തുപ്പലാൽ നിറഞ്ഞിരിക്കുന്നൊരവസ്ഥയിലേക്ക് ആയിത്തീർന്നത്? അതിൻ്റെ ഉത്തരമാണ് നാം ഓരോരുത്തരും. ലജ്ജിതരായിരുന്ന, പാപത്തിൻ്റെ പടുകുഴിയിൽ കിടന്നിരുന്ന നമ്മെ ഓരോരുത്തരെയും ഇന്ന് അഭിമാനമുള്ളവരാക്കി, കർത്താവിനു വേണ്ടി പ്രശംസയുള്ളവരാക്കി തീർക്കുവാൻ വേണ്ടി നമുക്ക് വേണ്ടി ലജ്ജിതനായ കർത്താവ്. സമ്പന്നനായിരുന്നവൻ നമുക്ക് വേണ്ടി ദരിദ്രനായി തീർന്നു. ഉന്നതനായിരുന്നവൻ നമുക്ക് വേണ്ടി ലജ്ജിതനായി തീർന്നു. നിസ്സാരനായി, നിസ്സഹായനായി തീർന്ന നമ്മുടെ കർത്താവ് എൻ്റെയും നിങ്ങളുടെയും പാപത്തിന് പരിഹാരം വരുത്തുവാൻ, ഇന്ന് സന്തോഷത്തോടെ ദൈവത്തെ ആരാധിക്കുന്നവരാക്കി തീർക്കുവാൻ നമുക്ക് വേണ്ടി ലജ്ജിതനായ നമ്മുടെ കർത്താവ് ഏറ്റ അടികൾ, നിന്ദകൾ, പരിഹാസങ്ങൾ അത് നമുക്ക് വേണ്ടിയായിരുന്നു. അത് ഓർത്തുകൊണ്ട് നമ്മുടെ പിതാവായ ദൈവത്തിന് നന്ദിയും സ്തുതിയും നമുക്ക് അർപ്പിക്കാം. തീർന്നില്ല, നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി ലജ്ജിതനായി തീർന്നു. മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ഇന്ന് സ്വർഗത്തിൽ കർത്താവായിരിക്കുന്നു. നമ്മെ ചേർക്കുവാൻ മടങ്ങി വരും. ആ വലിയ പ്രത്യാശയോടുകൂടെ നമ്മുടെ കർത്താവിനെ, നമുക്ക് വേണ്ടി ചെയ്ത വലിയ ഉപകാരത്തെ ഓർത്തുകൊണ്ട് ആരാധിക്കാം, സ്തുതിക്കാം. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.